സബറിന്റെ ബറക്കത്ത് സഹോദരങ്ങളെ വലുതാണ്. സബറിന്റെ ബറക്കത്ത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ്, ഇന്ന് അദ്ദേഹത്തെ നമ്മൾ പറയുമ്പോൾ ഇമാമു അഹ്ലുസ് സുന്ന എന്ന് പറയും. എന്തുകൊണ്ടാ? അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന വാദം ആദ്യമായി വന്നു. കേവലം ചില വ്യക്തികളല്ല, അബ്ബാസി ഭരണകൂടത്തിലെ മഅ്മൂൻ ഭരണാധികാരി പറഞ്ഞു അതാണ് ശരി. ഇമാം അഹ്മദ് പറഞ്ഞു ശരിയല്ല. ഇമാം അഹ്മദിനെ കൊട്ടാരത്തിലേക്ക് പിടിച്ചുകൊണ്ടുവരപ്പെട്ടു. മഅ്മൂനിന്റെ ഭരണകൂടം കഴിഞ്ഞു, മുഅ്തസിം വന്നു. മുഅ്തസിമിന്റെ കാലഘട്ടത്തിലും ഇത് തന്നെയാണ് അവസ്ഥ. മുഅ്തസിമിന്റെ കാലഘട്ടത്തിലും ഇമാം അഹ്മദ് പല രൂപത്തിലും അദ്ദേഹത്തെ ചാട്ടവാറടിക്കപ്പെടുകയും ജയിലിലടക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ഭരണവും കഴിഞ്ഞു. വാസിഖ് വന്നു, ഇതേ അവസ്ഥ. വാസിഖിന്റെ ഭരണമായപ്പോൾ ആളുകൾ ഇമാം അഹ്മദിന്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, യാ ഇമാം അഹ്മദ്, ഇന്നൽ അംറ ഖദ് അദുമ വസ്തതാൽ. ഇവർ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഉപദ്രവം ചുരുങ്ങിയ കാലഘട്ടമല്ല. 3 ഭരണാധികാരികൾ കഴിഞ്ഞു. ഇങ്ങനെ ഫിത്നകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അവർക്കെതിരിൽ ഇറങ്ങാൻ താങ്കൾ അനുമതി നൽകണം. ഇമാം അഹ്മദ് പറഞ്ഞു, ഇസ്ബിറു, നിങ്ങൾ അള്ളാഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് സബർ ചെയ്യുക, അല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ ഫിത്നയുണ്ടാകും. അവർ ഇമാം അഹ്മദിനോട് പറഞ്ഞു, അവലസ്നാ ഫി ഫിത്ന, ഇപ്പോൾ നമ്മൾ ഫിത്നയിലല്ലേ? താങ്കളെ ഓരോരോ ദിവസവും ചാട്ടവാറ് കൊണ്ടടിക്കുന്നു, മുസ്ലിമീങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു, ആളുകളെ ജയിലിലടക്കുന്നു, ഇതൊക്കെ ഫിത്നയല്ലേ? ഇമാം അഹ്മദ് പറഞ്ഞു, ഹാദിഹി ഫിത്നത്തുൻ ഖാസ്സ, ഇന്ന് നടക്കുന്നത് ചെറിയ ചെറിയ ഫിത്നയാണ്, ചെറിയ ഫിത്നകളാണ്. എന്നെയാണ് അവർ ദ്രോഹിക്കുന്നത്, അതുപോലുള്ള ഉലമാക്കളെയാണ് അവർ ദ്രോഹിക്കുന്നത്. ഇദാ വഖഅ അസ്സൈഫു ഫൽ ഫിത്നതു ആമ്മ, നിങ്ങൾ ഭരണാധികാരികൾക്കെതിരിൽ ഇറങ്ങിയാൽ, അവിടെ ഭരണാധികാരികൾ ജനങ്ങൾക്കെതിരിൽ വാളുമായി പുറപ്പെട്ടാൽ ഫിത്നകൾ പടരും, ആളുകൾ കൊല്ലപ്പെടും, സ്ത്രീകൾ വധിക്കപ്പെടും, കുട്ടികൾ അനാഥരാക്കപ്പെടും. അതുകൊണ്ട് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് സബർ ചെയ്തു. വർഷങ്ങൾ കുറച്ചു കഴിഞ്ഞു. അതിനുശേഷം വന്ന ഭരണാധികാരി മുതവക്കിൽ ഇമാം അഹ്മദ് റഹിമഹുല്ലയെ അങ്ങേയറ്റം ബഹുമാനിച്ചു. അദ്ദേഹത്തിലൂടെ അള്ളാഹു ഇസ്സത്ത് നൽകി. ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന് വാദം അദ്ദേഹം തള്ളിക്കളഞ്ഞു. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഇമാം അഹ്മദിനുണ്ടായ ഇസ്സത്ത് എങ്ങനെയാണെന്നറിയോ നിങ്ങൾക്ക്? മുതവക്കിലിന്റെ ഭരണകൂടത്തിൽ ഒരു ഖാദിയെ നിശ്ചയിക്കുമ്പോൾ ഒരു പേപ്പറിൽ ആ ഖാദിമാരുടെ പേരുകൾ എഴുതിയിട്ട് ഇമാം അഹ്മദിന്റെ അരികിലേക്ക് കൊടുത്തു ചോദിക്കും, ഇയാളെ ഖാദിയാക്കണോ? ഇമാം അഹ്മദ് പറയും, അത് സുന്നിയാണ്, ഖാദിയാക്കാം. മറ്റേയാൾ ജഹ്മിയാണ്, അവനെ ഖാദിയാക്കണ്ട. ഇന്നയാൾ മുബ്തദിയാണ്. ഈ രൂപത്തിൽ ഭരണാധികാരി തന്നോട് അഭിപ്രായം ചോദിക്കുന്ന അവസ്ഥയിലെത്തി. അതാണ് സബറിന്റെ ബറക്കത്ത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്, അദ്ദേഹം ജയിലിലടക്കപ്പെട്ടു. ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നു, വീണ്ടും ജയിലിലടക്കപ്പെട്ടു, പുറത്തേക്ക് വന്നു, വീണ്ടും അദ്ദേഹം ഷാമിലേക്ക്, ഈജിപ്തിൽ നിന്ന് നാട് കടത്തപ്പെട്ടു, പിന്നെ വീണ്ടും തിരിച്ചു വന്നു, വീണ്ടും ജയിലിലടക്കപ്പെട്ടു, വീണ്ടും പുറത്തു വന്നു, വീണ്ടും അടക്കപ്പെട്ടു. അവിടുന്ന് അദ്ദേഹം വാസതീയ എഴുതുന്നു. അതിൽ അദ്ദേഹം പറയുന്നു തൗഹീദിലേക്കുള്ള ക്ഷണം, സുന്നത്തിലേക്കുള്ള ക്ഷണം. തന്റെ ദഅവത്ത് ആളുകൾ സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ ദഅവത്ത് സ്വീകരിച്ചവരെ ഭരണകൂടം ദ്രോഹിക്കുന്നു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ജയിലിൽ വെച്ച് മരണപ്പെട്ടപ്പോൾ അവിടുന്ന് വിളംബരമുണ്ടായി. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിൽ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ കിതാബുകളോ അദ്ദേഹം എഴുതിയിരിക്കുന്ന പേജുകളോ ഉണ്ടോ എങ്കിൽ അവന് ശക്തമായ ശിക്ഷ ഭരണകൂടം നൽകുന്നതാണ്. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു. 3ാമത്തെ സൗദി ഭരണകൂടം വന്നു. നിങ്ങൾക്കറിയാം, സൗദി ഭരണകൂടം 1ാമത് വന്നത് നഷ്ടപ്പെട്ടു, 2ാമത് വന്നു, അതും നഷ്ടപ്പെട്ടു. ഇത് 3ാമത്തെ ഭരണകൂടമാണ്, ഇന്ന് നിലനിൽക്കുന്ന ഭരണകൂടം. മലിക് അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് വന്നു. അദ്ദേഹം 2 ഉലമാക്കളെ തെരഞ്ഞെടുത്തു. ഒന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഖാസിം, മറ്റൊന്ന് അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ്. ഈ 2 ആളുകളോടും പറഞ്ഞു, ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും നിങ്ങൾക്ക് പോകാം, എത്ര സമ്പാദ്യം വേണമെങ്കിലും ചെലവഴിക്കാം, ഷെയ്ഖുൽ ഇസ്ലാമിന്റെ കിതാബുകൾ ഓരോന്നായി പരതിയെടുക്കണം. ആ കാലഘട്ടം വരെ ഇബ്നു തൈമിയ്യയുടെ കിതാബുകളില്ലായിരുന്നു. ഇബ്നു തൈമിയ്യയുടെ സകല കിതാബുകളും നിങ്ങൾ പരതിയെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 2 പണ്ഡിതന്മാർ വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് സഞ്ചരിച്ചു. അവിടെ നിന്ന് ഈ കിതാബുകളൊക്കെ ശേഖരിക്കുകയും ആ കിതാബുകൾ ഭരണകൂടത്തിന്റെ ചെലവിൽ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ 30 വാള്യത്തിൽ മജ്മുഉൽ ഫതാവ ക്രോഡീകരിച്ചു. മുജമ്മഉൽ മലിക് ഫഹദിൽ ഖുർആനിന്റെ കൂടെ മദീനയിൽ വെച്ച് ഇന്നും മജ്മുഉൽ ഫതാവ പ്രിന്റ് ചെയ്യപ്പെടുകയും ഫ്രീ ആയി ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇന്ന് ഏത് വിദഅത്തുകാരന്റെ കടയിൽ നിങ്ങൾ പോയാലും അവിടെ ഇബ്നു തൈമിയ്യയുടെ കിതാബുകൾ വിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ക്ഷമിച്ചത് ചില്ലറയല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരുപക്ഷെ നമ്മുടെ ദഅവത്ത് അതിന്റെ അസർ പെട്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കണമെന്നില്ല. പക്ഷേ അള്ളാഹു പറഞ്ഞതുപോലെ സത്യസന്ധമായി പ്രവർത്തിക്കുന്നവൻ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മയിലേക്കുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി നൽകുക തന്നെ ചെയ്യും. അതുകൊണ്ട് നാം തൗഹീദിലേക്കുള്ള ദഅവത്ത് വർദ്ധിപ്പിക്കുക. എന്റെ സംസാരം കേൾക്കുന്ന സഹോദരങ്ങളോട് എനിക്ക് ആവർത്തിച്ചു പറയാനുള്ളത്, ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ പൊതുവെ ചില ദർസുകളൊക്കെ കേട്ട് നമ്മൾ വിടുന്നത് പോലെ വിടരുത്. അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ തൗഹീദിന് വേണ്ടി പരിശ്രമിക്കുക. പണ്ട് നമ്മുടെ പരിശ്രമം ഉണ്ടായതിനേക്കാൾ നല്ല രൂപത്തിൽ നമുക്കിടയിൽ വ്യക്തിപരമായ വിദ്വേഷങ്ങൾ മറന്ന്, വ്യക്തിപരമായ ദേഷ്യങ്ങൾ മറന്ന് തൗഹീദിനെ ഉണർത്താൻ, സുന്നത്തിനെ ഉണർത്താൻ, ആളുകളെ സുന്നത്തിലേക്ക് ക്ഷണിക്കാൻ, സുന്നത്തിന്റെ പേരിൽ ആളുകൾ ഇവർ സുന്നത്തിന്റെ ആളുകളാണെന്ന് പറയുന്ന രൂപത്തിൽ നമ്മെ പരിഹസിച്ചാലും നമുക്ക് പ്രശ്നമില്ല. അത്രയും നല്ല രൂപത്തിൽ തൗഹീദിന് വേണ്ടി നാം പണിയെടുക്കുക.